അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്തുവാണ് ഇതിന് പറയണ്ടേ? കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? കുണ്ടിയിൽ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുണ്ടിയിലിട്ട് കൊടുക്കാനാണ് പറയുന്നത്. എന്ത് മെഹന്തി? പ്രാങ്ക് കോൾ രജിസ്റ്റർ ചെയ്തവരെ മാത്രം വിളിക്കുന്ന പരിപാടിയാണേ. മനസ്സിലാവുന്നുണ്ടോ? രജിസ്റ്റർ ചെയ്തവരെ മാത്രം വിളിക്കുന്ന പരിപാടിയാണേ. രജിസ്ട്രേഷൻ ത്രൂ ഗൂഗിൾ ഫോം ഉള്ളി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവരെ വിളിച്ച് പറഞ്ഞ് ആരുടെ നമ്പർ കൊടുത്താൽ അവരെ വിളിച്ച് ഇവരിതുപോലെ ഇജാതി കുണ്ടിയിൽ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിവ് ഒരുപാട് കൂടിയവനെ, അല്ലെങ്കിൽ കഴിവ് ഉള്ളവെന്നുള്ളതിനപ്പുറത്ത് മറ്റേ ഈ കഴിവ് ഈ അടുത്തൊരു റായിൽ വള്ളി ഇട്ടുള്ള പരിപാടി പറയുമല്ലോ. ബുദ്ധി, വിവരം, വിവേകം എന്നുള്ളൊരു കാര്യം മനുഷ്യർ തന്നേക്കുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് നന്നായിട്ട് പെരുമാറാൻ വേണ്ടി തന്നെയാണ്. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ കാലഘട്ടം 2025 ഈ കാലഘട്ടത്തിലും ഇന്നും എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് പരിഹസിക്കുകയും ഏറ്റവും കൂടുതൽ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും ചെയ്യുന്നതിനെ തമാശയാക്കി മാറ്റിക്കൊണ്ട് അതിനെ പ്രാങ്ക് എന്നുള്ളൊരു പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. തരികിട സാബുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡേഞ്ചർ ഫിറോസിൻ്റെ ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ നല്ല പ്രാങ്ക് ഷോസ് നിലവിൽ ഇപ്പോഴും ഉണ്ട്. ചിലതെങ്കിലും അതിര് കടന്ന് ഒരു വ്യക്തികളെ ഭയങ്കരമായിട്ട് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് അതിനെ പ്രാങ്കാണെന്ന് പറയുന്ന ഒരു പരിപാടിയോട് യോജിക്കാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഒരുപാട് കാലം കൊണ്ട് എന്താ പറയുക, ഒരുപാട് നാളുകൊണ്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് ഈ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അവരുടെ ഒരു പ്രൊഫൈൽ കാണിച്ചു തരാം. കാണിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറ, ഇതിനെ ഒരു പ്രാങ്കായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ, വെറും ഒരു ഫൺ എലമെൻ്റ് ആയിട്ട് മാത്രം കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണം, അതല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിതാ ഇപ്പോൾ ഇവിടെ ഇത് കാണുന്നത് RJ അഞ്ജലിയാണ്. RJ അഞ്ജലിയുടെ ക്ലബ് FM ഏതോ ഒരു FM-ൻ്റെ അകത്തൊക്കെ ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. RJ റേഡിയോ കേരളം ഇപ്പം അതിനകത്താണ് കേട്ടോ. മറ്റേ റെഡ് FM-നകത്ത് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള വളരെ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് പ്രാങ്ക് കണ്ടിട്ടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ ഫോളോ ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴും അൺഫോളോ ചെയ്തിട്ടില്ല. ഇനി ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിതെല്ലാം ആൾക്കാർ അയച്ചു തരുന്നതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇതെനിക്കൊരു തമാശയായിട്ട് തോന്നിയിട്ടില്ല സുഹൃത്തെ, ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഇട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയണം. ഒരു വ്യക്തിയുടെയും ജോലിയുടെ ആ ഒരു കാര്യത്തിനെ വെച്ചിട്ട് ഇമാതിരി പരിഹാസം അടിക്കുന്നതിന് ഒരു പ്രാങ്ക് ആണോ നിങ്ങൾ പറ. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? മെഹന്തി ആർട്ടിസ്റ്റിനെയാണ് ഇവർ വിളിക്കുന്നത്. ഓക്കെ, ഏതോ ഒരു വ്യക്തി ഇവർക്ക് ഈ മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ നമ്പർ കൊടുത്തിട്ട് ആ മെഹന്തി ആർട്ടിസ്റ്റിനെ ഇവർ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്ന പരിപാടി പോലത്തെയാണ്. എനിവേ, നമുക്ക് കേട്ടോക്കാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഫ്രണ്ട് നിഷാന. അവർ വളരെ പ്രൊഫഷണലായിട്ട് ആര് പറഞ്ഞിട്ടാ ഇത് ഫ്രണ്ട് പറഞ്ഞിട്ടാ? ഓക്കെ, ആ ഫ്രണ്ടിന്റെ പേരെന്താ? നിഷാന. ഓക്കെ, കേൾക്കണേ. വളരെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ആ സ്ത്രീ വളരെ മാന്യമായും അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് പ്രാങ്ക് കൊടുക്കുന്നതാണെങ്കിലും കേട്ടോ. അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. ബെസ്റ്റ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അടിപൊളി. ബാലരാമപുരം. എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? തൊട്ടടുത്തിരിക്കുന്ന RJ അഞ്ജലിയുടെ മുഖരിക്കും നോക്കിയേ. എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്ന് ചോദിക്കുന്ന സമയത്ത് എവിടേക്കാണ് സാധാരണ മെഹന്തി ഇടാറ്? ഇത് കാണുന്ന സ്ത്രീ ജനങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. നിങ്ങൾ പറ, എവിടേക്കായിരിക്കും മെഹന്തി ഇടുന്നത്? എൻ്റെ അറിവിൽ മെഹന്തി ഈ കയ്യിലിടാറുണ്ട്, ചിലപ്പോൾ കാലിലെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഇട്ട് കണ്ടിട്ടുണ്ട്. വേറെ എവിടേക്ക് ഇടും? മുഖത്തിടുവോ? ഇനി വേറെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഇടുവോ? അറിയത്തില്ല. മെഹന്തി ഇടുവോ? കൈൻ്റെ ഈ ഭാഗത്തൊക്കെ മൊത്തം ഇടുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ എവിടെയും ഇടുവോ? ഇതെല്ലാം ഇവർ വേറെ എവിടെ, മനസ്സിലായി? എല്ലായിടത്തും ഇടുവോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി ഒന്ന് കഴിഞ്ഞില്ല. കൈക്ക് എത്ര? രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ. കൈക്ക് എത്ര, കാലിനെത്ര? ഇത്രയും കേട്ടപ്പോഴേക്കും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത് സ്വാഭാവികമായിട്ടും വലിയ ഇതിനകത്തൊന്നുമില്ല, ഇത് എന്തിനാണ് ഇവർ എനിക്ക് അയച്ചു തന്നിട്ട് എന്താണ് വലിയ പ്രശ്നം എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. തൊട്ടടുത്ത് RJ അഞ്ജലി വളരെ പ്രൊഫഷണലായിട്ട് ഇത്തരം നാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആ സ്ത്രീ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുക, ബാക്കിയോട് കേൾക്കാം. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്തുവാണ് ഇതിന് പറയണ്ടേ?
ഒരു സ്ത്രീയെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നത്. അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരൊരു എന്താ പറയുക കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഇവർക്ക് ഒരു കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്തോണ്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്ന RJ അഞ്ജലി ഇതെല്ലാം കേട്ട് ഇളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഓഫാണ്. എന്തിനാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത്? നിങ്ങൾ ഈ ചെയ്തേക്കുന്ന കാര്യം ഏറ്റവും മോശമാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് വേറൊരു സ്ത്രീയെ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വിളിച്ചിട്ട് അവർക്ക് മറ്റേ ഈ ബാക്ക് പിന്നാമ്പുറത്ത് മെഹന്തി ഇടുമെന്നൊക്കെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? കുണ്ടിയിൽ ഇട്ട് തരുമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? മറുപടിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റത്തില്ല. ഈ മെഹന്തി കുണ്ടിയിലാണോ ഇവിടെ ഇടുന്നത്? കുണ്ടിയിൽ വയ്ക്കുന്ന മെഹന്തി നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? അറിയണമായിരുന്നു. എന്തുവാടേ ഇത്? ഇതാണോ പ്രാങ്ക്? ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. നിങ്ങളൊരു പ്രൊഫഷണൽ അല്ലേ? എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ അങ്ങേയറ്റം വിഷമമുണ്ട്. കാരണം ഞാൻ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാങ്ക് ഷോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെയാണോ ഒരാളെ വ്യക്തിഹത്യാപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുനവച്ച് വൃത്തികേടുകൾ പറയുന്ന ഒരു വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടാണോ നിങ്ങളുടെ ഈ പറയുന്ന പ്രാങ്ക് ഷോ നിലനിർത്തേണ്ടത്? ഇങ്ങനെയാണോ ആൾക്കാരെ ഇത് ചെയ്യേണ്ടത്? കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തേക്കുക. എൻ്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുണ്ടിയിലിട്ട് കൊടുക്കാനാണ് പറയുന്നത്. എന്ത് മെഹന്തി? ഇത് മറ്റേ അലിൻ ജോസ് പെരേരയോ മറ്റേ ആറാട്ടണ്ണനോ ഒക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു സിനിമാ നടനുണ്ടല്ലോ അദ്ദേഹത്തിനേക്ക് വിളിച്ച് ചോദിക്കണ്ടായിരുന്നു. എന്തുവാണ് ഇത്ര നിലവാര തകർച്ച? എന്തിനാണിത്? ഫിയാൻസിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുണ്ടിയിലിട്ട് കൊടുക്കാൻ. ആ സ്ത്രീയുടെ മാന്യത കൊണ്ട് തെറി പറയാതെ അവർ ആ ഒരു കോള് ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി. അതിനാണ് ഈ കൊലച്ചിരി ഒരു ചിരിക്കുന്നത്. അവർ കോൾ കട്ട് ചെയ്തു. അവർക്ക് വളരെ മോശമല്ലേ? ഇവരായിട്ട് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നു. അവരുടെ ഐഡന്റിറ്റി പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീയാണ്, അവരുടെ പ്രൊഫഷനാണ്. ഓക്കെ, അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ താങ്കൾ വിളിക്കുന്ന നമ്പർ തിരക്കിലാണ്, അല്പം കഴിഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അവരിവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പ്രാങ്ക് കോളാണെന്നാണ് ഇവർ പറയുന്നത്. തൊട്ടടുത്തുള്ള കമൻറ്റ് വീഡിയോസ് മിസ്റ്റർ പോഞ്ഞിക്കര എന്ന് പറഞ്ഞിട്ട് ആരോ അടുത്ത് വിളിക്കുന്നത്. ഞാൻ ചേട്ടന് ജിമ്മിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അടുത്തതാണ്. ഇത് എന്താണെന്ന് അറിയത്തില്ല. ചേട്ടൻ ഡയറ്റ് പ്ലാൻ വല്ലതും ഉണ്ടോ ചേട്ടന്റെ കയ്യില്? ചേട്ടൻ ജിമ്മിലല്ലേ പോണ? ചേട്ടൻ എവിടെയൊക്കെ പോവും അവിടെയൊക്കെ ഞാൻ ഉണ്ട്. സത്യം പറയട്ടാ ചേട്ടാ, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം. 2025 ഇങ്ങനെ ക്രിഞ്ചടിച്ച് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ, നിങ്ങളെ വിളിച്ച് കേൾപ്പിച്ചിരുന്ന നിങ്ങൾ എന്നെ തെറി പറയുന്നെങ്കിൽ ഞാനത് ഡിസർവിംഗ് ആണ്. ഇജാതി അവരാതല്ലേ വിളിച്ച് കാണിച്ചിരുന്നത്. എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടം ചേട്ടാ. എനിക്ക് വിഷമം തോന്നുന്നത് RJ അഞ്ജലിയെ കുറിച്ചാട്ടോ. അഞ്ജലി ഇത് കേൾക്കുവാണെങ്കിൽ ദയവായി എന്നോട് വിഷമം തോന്നരുത്. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഇജാതി നിലവാര തകർച്ച, നിങ്ങളെന്നുള്ളൊരു കഴിവുറ്റ ഒരു പ്രതിഭയുള്ള, നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഒക്കെ അറിയാൻ കഴിയുന്ന നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഫോളോ ചെയ്തതാണെന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഈ നിലവാര തകർച്ച അത്രയും വളരെ അധപ്പതിച്ച രീതിയിലുള്ള ഒരു സംഭവം കേട്ടോ. ദയവായി ഇപ്പോൾ ചെയ്തത് പോട്ടെ, നിങ്ങൾ ചെയ്ത കാര്യം ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ഒരു സ്ത്രീയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ കാണിച്ചത് അങ്ങേയറ്റം മോശമായി പോയി എന്നൊരു അഭിപ്രായം ഞാനിവിടെ വയ്ക്കുന്നു. ഇത് കേൾക്കുന്നില്ല, കേൾക്കുമ്പോഴേ അതിൻ്റെ രീതി മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും റീച്ച് വേണം, നമുക്കെല്ലാവർക്കും ഇത് കാണുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള ബെനിഫിറ്റ്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നല്ലത് തന്നെ. പക്ഷേ ഇത്തരത്തിലേക്കൊക്കെ തീരെ തരം താഴ്ന്ന് പോകണോ വേണ്ടോ നിങ്ങൾ ആലോചിക്കുക. ഇനി ഇതിൻ്റെ നോംസിനെ കുറിച്ച് അവർ പറയുന്നൊരു സ്റ്റോറി കാണാം. ഓക്കെ, പ്രാങ്ക് കോൾ രജിസ്റ്റർ ചെയ്തവരെ മാത്രം വിളിക്കുന്ന പരിപാടിയാണേ. മനസ്സിലാവുന്നുണ്ടോ? രജിസ്റ്റർ ചെയ്തവരെ മാത്രം വിളിക്കുന്ന പരിപാടിയാണേ. രജിസ്ട്രേഷൻ ത്രൂ ഗൂഗിൾ ഫോം ഓൺലി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവരെ വിളിച്ച് പറഞ്ഞ് ആരുടെ നമ്പർ കൊടുത്താൽ അവരെ വിളിച്ച് ഇവരിതുപോലെ ഇജാതി കുണ്ടിയിൽ മറ്റേ ഇട്ട് തരുന്ന കാര്യം, ഇട്ട് തരണം മീൻസ് എന്താണ്, മെഹന്തി ഇട്ട് തരുന്ന കാര്യം അടക്കം വിളിച്ച് പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഗളിഭ്യരാക്കി ആ കാണുന്ന ആൾക്കാർക്ക് ഒരു ട്രോമ കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ തമാശ എന്നാണ് ഇവർ പറയുന്ന വൈപ്പ്. സോ ഇതിനെ ഗൂഗിൾ ഫോം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഗൂഗിൾ ഫോമിനകത്തുള്ളത്.
പ്രാങ്ക് സ്റ്റാർ പങ്കെടുക്കാൻ ഫോം പൂരിക്കുക. ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് കേട്ടല്ലോ. വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ പേര് സ്ഥലവും കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, വിളിക്കേണ്ട വ്യക്തിയുടെ പേര് സ്ഥലവും കൊടുക്കുക, വിളിക്കേണ്ട വ്യക്തിയുടെ പേര് സ്ഥലവും ഒരു ചെറിയ വിവരണം, വിളിക്കേണ്ട വ്യക്തിയുടെ ഫോൺ നമ്പർ. ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അനന്തഫലങ്ങൾ കേൾക്കുക. ഈ പരിപാടി വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അനന്തരഫലങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും. അതായത് ഇവർ എന്ത് തന്നെ കാര്യങ്ങൾ കാണിച്ചാലും അതിന് ഇവർ ഉത്തരവാദികളല്ല എന്നുള്ള സാരം. ഉളുപ്പമില്ലാത്ത ആൾക്കാരാണല്ലോടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ നമ്പറൊക്കെ ഇജാതി ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരെ വിളിച്ച് ഇങ്ങനെയുള്ള അപരാധങ്ങൾ കേൾപ്പിക്കുന്നത്. നമോഭാഗം. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മാന്യമായി. അവരെ നമ്മൾ തെറിയൊന്നും പറയരുത് ദയവായി, കാരണം അതിൻ്റെ ആവശ്യമില്ല. ആ സ്ത്രീ അഥവാ എന്താ പറയുക, അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് ഭയങ്കര ബഹുമാനവും എനിക്ക് ഇഷ്ടവും ഒക്കെയാണ്. ശരിക്കും ഇങ്ങനെ അവരെക്കുറിച്ച് പറയേണ്ടി വന്നല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഗൈസ്, എല്ലാ വിനോദാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രാങ്കാണേ. കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരും. ആവശ്യമുള്ളവർ വിളിച്ചോ. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.